ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാനിവിടെ എത്തിയിരിക്കുന്നത് പുതിയൊരു സ്മാർട്ട് ഫോണിൻ്റെ റിവ്യൂ ആയിട്ടാണ്. നമുക്കറിയാം, ഇന്ത്യയിലെ തന്നെ പ്രമുഖ സ്മാർട്ട് ഫോൺ നിർമ്മാതാക്കളാണ് റിയൽമി പുതിയൊരു സീരീസിൽ 2 സ്മാർട്ട് ഫോണുകൾ അവതരിപ്പിക്കുകയാണ് ഇവിടെ. നാർസോ സീരീസിലുള്ള 2 മൊബൈലുകളാണ് റിയൽമി പുതിയതായി കൊണ്ടുവരുന്നത്. ഒന്ന് നാർസോ 10, അതുപോലെ തന്നെ മറ്റൊന്ന് നാർസോ 10A. ഇന്നിവിടെ ഞാൻ നാർസോ 10നെ കുറിച്ചുള്ള ഒരു റിവ്യൂ ആണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ആദ്യമേ പറയട്ടെ, നിങ്ങൾ ഈ ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ ചാനൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം തന്നെ അതിൻ്റെ വലതുവശത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി അമർത്തുകയാണെങ്കിൽ നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനും കൂടി വരുന്നതാണ്. അപ്പോൾ നമുക്ക് നേരെ റിവ്യൂയിലേക്ക് കടക്കാം. നാർസോ 10 ആണ് നിങ്ങൾ ഇപ്പോൾ ഇവിടെ കാണുന്നത്. നാർസോ 10. നമുക്കപ്പോൾ ഇതിൻ്റെ ഓരോന്നായിട്ടുള്ള സ്പെസിഫിക്കേഷൻ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഫസ്റ്റ് നമ്മളിവിടെ നോക്കാൻ പോകുന്നത് ഇതിൻ്റെ പ്രോസസ്സറാണ്. നമുക്കറിയാം, ഏതൊരു മൊബൈൽ ഫോണും അതിൻ്റെ വർക്കിംഗ് മെയിനായിട്ട് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് അതിൻ്റെ ഒരു പ്രോസസ്സറാണ്. അതിൻ്റെ പെർഫോമൻസ് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് അതിൻ്റെ പ്രോസസ്സറിലാണ്. ഡിഫറെൻ്റ് ടൈപ്പ് പ്രോസസ്സേഴ്സ് ഉണ്ട്. ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത് MediaTek ഹീലിയോ പ്രോസസ്സറാണ്. G സീരീസിലുള്ള G80 AI പ്രോസസ്സറാണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ടാണ് G80 AI പ്രോസസ്സർ യൂസ് ചെയ്യുന്നത്. ഇറ്റ്സ് ഫസ്റ്റ് ടൈം ഇൻ ഇന്ത്യ. ഒക്ടാകോർ ഹീലിയോ G80 പ്രോസസ്സറാണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. ഈ കമ്പനി അവകാശപ്പെടുന്നത് എന്താണെന്ന് വെച്ചാൽ, CPU പെർഫോമൻസ് റിയൽമി നാർസോ 10ൻ്റെ CPU പെർഫോമൻസ് 35%, അതുപോലെ തന്നെ GPU പെർഫോമൻസ് 25% ഇൻക്രീസ് ചെയ്തിരിക്കും പാസ്റ്റ് ജനറേഷനേക്കാൾ. അതായത് പ്രീവിയസ് ജനറേഷനിൽ ഇറക്കിയ പ്രോസസ്സറിനേക്കാൾ CPU പെർഫോമൻസ് 35%, GPU പെർഫോമൻസ് 25% ഇൻക്രീസ് ചെയ്തിരിക്കും ഇതിൽ എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ബെറ്റർ ഗെയിമിംഗ് എക്സ്പീരിയൻസും ഒക്കെ ഈ പ്രോസസ്സറിന് പ്രൊവൈഡ് ചെയ്യാൻ കഴിയും എന്നാണ് കമ്പനി അവകാശപ്പെടുന്നത്. പ്രോസസ്സർ കഴിഞ്ഞാൽ നമുക്ക് മെയിനായിട്ട് നോക്കാനുള്ളത് ക്യാമറയാണ്. ഇന്നത്തെ ഓൾമോസ്റ്റ് എല്ലാവരും നമ്മൾ സ്മാർട്ട് ഫോൺ വാങ്ങുമ്പോൾ നോക്കുന്നൊരു കാര്യം കൂടിയാണ് ക്യാമറ. ഇവിടെ റിയൽമിക്ക് 48 MP ക്വാഡ് ക്യാമറയാണ് വരുന്നത്. 48 MP AI ക്വാഡ് ക്യാമറ. ഇതിൽ ഫസ്റ്റത്തെ ക്യാമറ എന്ന് പറഞ്ഞാൽ 190 ഡിഗ്രിയിൽ അൾട്രാ വൈഡ് ആംഗിൾ ലെൻസാണ്. അതുപോലെ തന്നെ 48 MP പ്രൈമറി ക്യാമറയാണ് സെക്കൻഡ് വൺ. ദെൻ പോർട്രേറ്റ് ലെൻസ് ഉണ്ട്. പിന്നെ ഇവിടെ 4 cm മാക്രോ ലെൻസാണ് ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളത്. 4 cm സൂപ്പർ മാക്രോ ലെൻസ് എന്ന് പറഞ്ഞാൽ ടൈനി ഒബ്ജക്റ്റ് പോലും പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ഷൂട്ട് ചെയ്യാൻ സാധിക്കുന്ന ഒരു ഇതാണ്. പിന്നെ ഇതിൻ്റെ ക്യാമറേൻ്റെ സ്പെസിഫിക്കേഷൻ പറയുമ്പോൾ തന്നെ പറയേണ്ടതാണ് സൂപ്പർ നൈറ്റ് സ്കേപ്പ് മോഡ്. അതായത് ക്ലിയർ ആൻഡ് ബ്രൈറ്റ് പിക്ചറായിട്ട് നമുക്ക് ലോ ലൈറ്റ് കണ്ടീഷനിലും നമുക്ക് ഈ ക്യാമറ വെച്ചിട്ട് ക്യാപ്ചർ ചെയ്യാൻ പറ്റും. ഇതിൻ്റെ സെൽഫി ക്യാമറ വരുന്നത് 16 MP AI സെൽഫി ക്യാമറയാണ്. അത്യാവശ്യം നല്ല ക്ലാരിറ്റിയിലുള്ളൊരു ക്യാമറ സെൽഫി തന്നെ എടുക്കാൻ പറ്റും ഇതിനെ കൊണ്ട്, തീർച്ചയാണ്. നെക്സ്റ്റ് ക്യാമറ കഴിഞ്ഞാൽ വരുന്നത് ബാറ്ററി. ഇവിടെ വരുന്നത് 5000 mAh ക്വിക്ക് ചാർജ് വെച്ചിട്ടുള്ള ബാറ്ററിയാണ്. കമ്പനി അവകാശപ്പെടുന്നത് എന്താണെന്ന് വെച്ചാൽ 39 days സ്റ്റാൻഡ് ബൈ കോളിങ്ങിന്, അതാണ് അവകാശപ്പെടുന്നത്. ഇതിൻ്റെ ചാർജർ എന്ന് പറഞ്ഞാൽ 18 വാട്ട് ക്വിക്ക് ചാർജാണ്. ടൈപ്പ് സി ചാർജർ തന്നെയാണ് വരുന്നത്. നെക്സ്റ്റ് ഡിസ്പ്ലേ ആണ്. ഇവിടെ 16.5 cm, അതായത് 6.5 inch ഡിസ്പ്ലേ ആണ് വരുന്നത്. മിനി ഡ്രോപ്പ് ഫുൾ സ്ക്രീൻ ഡിസ്പ്ലേ ആണ് വരുന്നത്. നല്ലൊരു വിഷൻ എക്സ്പീരിയൻസ് തന്നെ ഈ ഡിസ്പ്ലേയിലൂടെ പ്രൊവൈഡ് ചെയ്യാൻ സാധിക്കും എന്നാണ് കമ്പനി അവകാശപ്പെടുന്നത്. നമുക്കിനി ഇതിൻ്റെ മോഡൽ, അതായത് 2 ബേസ് മോഡലാണ് ഇപ്പോൾ ഇത് ഇറക്കിയിട്ടുള്ളത്. ഒന്ന് ദാറ്റ് ഗ്രീനും അതുപോലെ തന്നെ ദാറ്റ് വൈറ്റുമാണ്. 2 മോഡലുകളാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. നെക്സ്റ്റ് നമുക്ക് കൂടി മൊത്തത്തിലുള്ളൊരു റിവ്യൂ കൂടി നോക്കാം. അതായത് മെയിനായിട്ട് ഇതിൻ്റെ പ്രോസസ്സർ MediaTek ഹീലിയോ G80 പ്രോസസ്സർ.
ഒക്ടാ കോർ പ്രൊസസ്സറാണ്. അത്യാവശ്യം നല്ല രീതിയിലുള്ള പെർഫോമൻസ് തന്നെ ഇതിലൂടെ സാധിക്കും. നല്ലൊരു ഗെയിമിംഗ് എക്സ്പീരിയൻസ് ഒക്കെ കിട്ടുമെന്ന് പ്രതീക്ഷിക്കാം. ദ നെക്സ്റ്റ് ബാറ്ററി 5000 mAh ബാറ്ററിയാണ്. 30 days സ്റ്റാൻഡ് ബൈ പ്രൊവൈഡ് ചെയ്യും എന്ന് പറയുന്നുണ്ട്. എത്രത്തോളം കിട്ടുമെന്ന് നോക്കിയാൽ അത് പെർഫോമൻസ് നമ്മുടെ യൂസേജിനനുസരിച്ചിരിക്കും അതിൻ്റെ ബാറ്ററീൻ്റെ ഇതും. പിന്നീട് ഓൾറെഡി പറയാനുള്ളതാണ് മെമ്മറി. അതുപോലെ തന്നെ ഇവിടെ ഈ മൊബൈൽ ഇറക്കിയിരിക്കുന്നത് 128 GB റോമും 4 GB റാം വേരിയൻറ്റിലാണ്. അതായത് 128 GB 4 GB വേരിയൻറ്റിലാണ് ഈ മൊബൈൽ ഇപ്പോൾ ഇവിടെ ഇറക്കിയിരിക്കുന്നത്. ദെൻ ഇതിൻ്റെ ക്യാമറ 48 MP ക്വാഡ് ക്യാമറ, അതുപോലെ തന്നെ ചാർജ് 18 വാട്ട് ക്വിക്ക് ചാർജ്, പിന്നെ മിനി ഡ്രോപ്പ് ഫുൾ സ്ക്രീൻ ഡിസ്പ്ലേ. ഇവിടെ ഓൾറെഡി ഒരു ഡെഡിക്കേറ്റഡ് സ്ലോട്ട് കൊടുത്തിട്ടുണ്ട് മെമ്മറി കാർഡിന്. നമുക്കിത് 256 GB വരെ 256 GB വരെ എക്സ്പാൻഡ് ചെയ്യാൻ പറ്റും. പിന്നെ ഇതിലെ റിയൽമി UI തന്നെയാണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. ലേറ്റസ്റ്റ് ആൻഡ്രോയിഡ് 10 ബേസ്ഡ് UI ആണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ 2 മോഡലിലാണ്, 2 കളറിലാണ് ഇത് ഇറക്കിയിട്ടുള്ളത്. ഒന്ന് ദാറ്റ് വൈറ്റും ദാറ്റ് ഗ്രീനും. ദെൻ നെക്സ്റ്റ് മെയിൻ ആയിട്ടുള്ളത് ഇതിൻ്റെ പ്രൈസാണ്. വലിയ പ്രൈസൊന്നുമില്ല ഇതിന് ഓൺലി 11,999 11,999 രൂപ മാത്രമേ ഉള്ളൂ. അത്യാവശ്യം താങ്ങാൻ പറ്റുന്നൊരു പ്രൈസ് തന്നെയാണിത്. ഓക്കെ, ഇത്രയാണ് ഇതിൻ്റെ മെയിനായിട്ടുള്ള സ്പെസിഫിക്കേഷൻ വരുന്നത്. ഇത് ഓൾറെഡി കമ്പനി പുറത്തിറക്കിയേ ഉള്ളൂ. മെയ് 18 മുതലാണ് ഇത് സെയിൽ ചെയ്യാൻ തുടങ്ങുന്നത്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ ബൈ.